നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന് എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമങ്ങൾ മുതലാളിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി അധപ്പതിച്ചെന്ന SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. റോഡുണ്ടെങ്കിലും കുഴികൾ താണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളക്കെട്ടിൽ വള്ളമിറക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ്. വിശദമായ വാർത്തകളിലേക്ക്. മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന് എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാജക്കാട് NRCTയിൽ സംഘടിപ്പിച്ച SNDP യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ശരീഅത്ത് പോലുള്ള ദുരാചാരങ്ങളും നടപ്പിലാക്കുകയും രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധവുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതത്തിന്റെ തിന്മകൾക്കെതിരെ താൻ സംസാരിച്ചാൽ അതിനെ വർഗീയമായി ചിത്രീകരിക്കുകയാണ് ചിലർ ചെയ്തു വരുന്നത്. മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന് എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വിദ്യാഭ്യാസ നീതികളുടെ സാമ്പത്തിക നീതികളുടെ ഇതെല്ലാം മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്നുകൊണ്ട് അവര് ഇതെല്ലാം നേടിക്കൊണ്ടുപോകും. ജനാധിപത്യം ഇവിടെ ഇല്ലാതായി. ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ഈഴവന്റെ വോട്ടിനൊരു വിലയില്ലാതെ സംഘടിതമായി നിൽക്കുന്ന മതശക്തികൾ ഇന്ന് രാജ്യത്തെ നയിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അത് അപകടകരമാണെന്ന് പറയേണ്ടതിന് പകരം നമ്മുടെ സംഘടനാബോധം സമുദായബോധത്തെ തകർക്കാൻ വരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള കുലബുദ്ധികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജനാധിപത്യം വന്നിട്ടും അയിത്തം നിലനിൽക്കുകയാണ്. അതില്ലാതാകാൻ ഭൂരിപക്ഷം വരുന്ന ഈഴവർ അധികാരത്തിലേക്ക് എത്തണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ജനാധിപത്യം വന്നിട്ട് പോലും രാജവാഴ്ചക്കാലത്തുണ്ടായിരുന്ന അയിത്തവും അനാചാരവും അന്നുണ്ടായിരുന്ന ഇന്നും ഈഴവർ അധികാരത്തിൽ അയിത്തം, മറ്റെല്ലാ മേഖലയിലും അയിത്തം. ഈ ഐറ്റം അന്നും ജനാധിപത്യം കൊണ്ട് ഇന്നും തുടരും. ഈ ഐറ്റം ഇല്ലാതാക്കി അധികാര വ്യവസ്ഥയിലേക്ക് എത്തണം. മഹാഭൂരിപക്ഷം നമുക്ക് ഇവിടെ സ്ഥാനം. രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച നേതൃസംഗമത്തിൽ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ്, നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത്, രാജാക്കാട് യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, നെടുങ്കണ്ടം യൂണിയൻ സെക്രട്ടറി സുധാകരൻ അരീപ്ലാക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മാധ്യമങ്ങൾ മുതലാളിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി അധപ്പതിച്ചെന്ന SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. സോഷ്യൽ മീഡിയ ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒന്നായി മാറിയിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ SNDP യോഗത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. രാജക്കാട് NRCTയിൽ സംഘടിപ്പിച്ച SNDP യോഗം നേതൃസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, മാധ്യമങ്ങൾ, ഓരോ മാധ്യമങ്ങളും, എഴുത്ത് മാധ്യമങ്ങൾ, പ്രിന്റ് മാധ്യമങ്ങളാണെങ്കിലും അതല്ല ഇവിടുത്തെ TV ഉൾപ്പെടെയുള്ള എല്ലാം, ഓരോ മാധ്യമം മുതലാളിമാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ച് കേരളത്തിൽ കഴിഞ്ഞൊരു കാര്യം നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു സംവിധാനം, അത് ഇന്ന് കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം മരിച്ചു പോയെന്നും ഇപ്പൊ തന്നെ അവർ ഇറക്കും, പിറ്റേ ദിവസം പറയാം, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒന്നും ഉണ്ടായില്ല എന്ന് പറയും. ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു സാധനമായി അത് മാറുകയുണ്ടായി. അത് ഈ പറയുന്ന രണ്ട് മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് SNDP യോഗത്തെ തകർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്താണ് SNDP യോഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേസുകൾ എന്തൊക്കെ, ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മറ്റൊരു വിഷയമായി ഇത് എടുക്കുന്നത്. റോഡുണ്ടെങ്കിൽ
എങ്ങനെയെങ്കിലും കുഴികൾ താണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളക്കെട്ടിൽ വള്ളമിറക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റി അമ്പലപ്പടി റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത വിധം തകർന്നു കിടക്കുന്നത്. റോഡ് തകർന്നതോടെ ഓട്ടം വിളിച്ചാൽ ഇതുവഴി ടാക്സി വാഹനങ്ങൾ പോലും വരാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ. റോഡ് വികസനത്തിൽ ഇടുക്കി മുന്നേറുകയാണെന്ന് അവകാശപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലകളിലെ റോഡുകൾക്ക് ഇപ്പോഴും ശാപമോക്ഷമില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ടാറിംഗ് തകർന്ന വലിയ കുഴികളായി മാറി കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ്. മഴ കൂടി പെയ്തതോടെ റോഡ് കുളമായി മാറി. ഇത് ചാടിക്കടന്ന് മുമ്പോട്ട് പോകാൻ പെടാപ്പാടുപെടുകയാണ് നാട്ടുകാർ. കുരുവിള സിറ്റി ടൗണിൽ ആരംഭിക്കുന്ന റോഡ് തുടക്കം മുതൽ 1 കിലോമീറ്ററോളം ദൂരം ഇതാണ് അവസ്ഥ. റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന പരാതി പറയാൻ നാട്ടുകാർക്ക് ഇനിയൊരിടവും ബാക്കിയില്ല. ഇവിടെയുള്ള ഒരു കുട്ടികൾ ഇതിൽ കടന്നു പോകാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു റോഡിനെ ആശ്രയിച്ച് ഏകദേശം ഇവിടുന്ന് ഒരു 600-800 അല്ലെങ്കിൽ 1 കിലോമീറ്റർ വരെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാണ് ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും മറ്റും പോകുന്നത്. ഈ ഒരു റോഡിന് ഫണ്ട് അനുവദിച്ചു എന്ന് പഞ്ചായത്ത് പല രീതിയിലും പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ നടപടികളോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോയിട്ടില്ല. റോഡ് തകർന്നതോടെ ഓട്ടോ അടക്കമുള്ള ടാക്സി വാഹനങ്ങളും ഇതുവഴി ഓട്ടം പോകാൻ മടിക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു ഈ റോഡ്. എന്തായാലും പിന്നെ ഇന്ന് രാവിലെ ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടിക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ല, പിന്നെ ഞങ്ങളെങ്ങനെ വന്നത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പഞ്ചായത്ത് റോഡിൻ്റെ ഒരു അവസ്ഥ. കുരുവിള സിറ്റിയിൽ നിന്നും രാജകുമാരി നോർത്ത് ടൗണുമായി ബന്ധിപ്പിക്കുന്ന റോഡ് കൂടിയാണിത്. ഇത് മാത്രമല്ല 5 ഏക്കർ റോഡിന്റെ വശമിടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 1.5 വർഷം പിന്നിടുകയാണ്. സുരക്ഷാ മുന്നറിയിപ്പായി ഇവിടെയുള്ളത് നാട്ടുകാർ വലിച്ചു കിട്ടിയ ഒരു റിബൺ മാത്രം. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ റോഡ് പൂർണ്ണമായും തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അടിയന്തരമായി റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സിറ്റി വിഷൻ, രാജകുമാരി. ഇനി പൊന്നോണ കാഴ്ചകൾ. രാജാക്കാട് പഞ്ചായത്തിലെ കൊച്ചു ഗ്രാമമായ മുല്ലക്കാനത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണോത്സവം 2025 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. രാജാക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. മുല്ലക്കാനത്തെ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണോത്സവം 2025 എന്ന പേരിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പ്രദേശത്തെ എല്ലാ വിശേഷ പരിപാടികളിലും ഒത്തുചേരുകയും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുവരുന്ന കൂട്ടായ്മയാണ് മുല്ലക്കാനം വ്യാപാരി കൂട്ടായ്മ. ഓണോത്സവ പരിപാടിക്ക് കൂട്ടായ്മ പ്രസിഡന്റ് ബേബി കരോട്ട് കിഴക്കൽ അധ്യക്ഷത വഹിച്ചു. രാജാക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. ബീച്ചറൻ പറഞ്ഞാൽ നമ്മുടെ വിളവെടുപ്പിൻ്റെ ഒരു കാലമായിട്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും ഒരു വിളവെടുപ്പിൻ്റെ സമയത്ത് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമായിട്ട് നമ്മൾ ഓണത്തെ കാണുന്നു. അതോടൊപ്പം തന്നെ പുറകിൽ മറ്റൊരു വലിയ ചരിത്രം പറയുന്നുണ്ട്. മാവേലി തമ്പുരാൻ്റെ, നമ്മുടെ ഐതിഹ്യത്തിൻ്റെ അത്ര തന്നെ ഓർമ്മയുള്ള മാവേലി തമ്പുരാന്റെ തിരുമനസിന്റെ നല്ല ഒരു ഭരണകാലത്തെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് തിരുവോണ സന്ദേശം നൽകി. രാജാക്കാട് സ്റ്റേഷൻ SHO V വിനോദ് കുമാർ, ജനപ്രതിനിധികളായ കിങ്ങിണി രാജേന്ദ്രൻ, ബെന്നി പാലക്കാട്ട്, പുഷ്പലത സോമൻ, KP സുബീഷ്, മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സിബി കൊച്ചുവെള്ളാട്ട്, സജി കോട്ടയ്ക്കൽ, VC ജോൺസൺ, വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികളായ സഞ്ജയൻ വാലുപറമ്പിൽ, ഷാജി മൈലമ്പറമ്പിൽ, ജോർജ് തെക്കുചേരിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഓണസദ്യയും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ വിംഗ്, കാരുണ്യ SHG എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒപ്പം സംഘടനയുടെ രാജാക്കാട് യൂണിറ്റ് ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ KHRA രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ
ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി വിവിധ കലാകായിക മത്സരങ്ങളും നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, വനിതാ വിംഗ്, കാരുണ്യ, SHG എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. KHRI ജില്ലാ പ്രസിഡന്റ് MS അജി ഉദ്ഘാടനം ചെയ്തു. ഒരു ലക്ഷ്യം തന്നെ എപ്പോഴും നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുന്നത് സൗഹൃദത്തിലൂടെ സംഘടന വളർത്തുക എന്നുള്ളൊരു ആശയമാണ് നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ ഈ ഓണത്തിന്റെ സമയത്ത് നമ്മുടെ സൗഹൃദവും അതോടൊപ്പം തന്നെ നമ്മുടെ സൗഹാർദ്ദവും നമ്മുടെ സാഹോദര്യവും എല്ലാം കൂട്ടിയുറപ്പിക്കുന്ന അതോടൊപ്പം ഓണസദ്യ അടക്കം ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത ഇതിന്റെ സംഘാടകരെ. ചടങ്ങിൽ വെച്ച് ജില്ലാ സെക്രട്ടറി PK മോഹനൻ ഓണഫണ്ട് വിതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബെന്നി പാലക്കാട്, ബിജി സന്തോഷ്, പൊതുപ്രവർത്തകൻ ജോഷി കന്യാകുഴി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. KM ജോർലി, സെക്രട്ടറി PJ ജോസ്, ട്രഷറർ സുനിൽ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് മായ സുനിൽ, സംസ്ഥാന സമിതി അംഗങ്ങളായ PM ജോൺ, ബിനീഷ്, രതീഷ്, VK രാജീവ്, സന്തോഷ്, സോമൻ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് KHRI രാജാക്കാട് യൂണിറ്റിന്റെയും വാർഷിക തെരഞ്ഞെടുപ്പ് നടത്തി. KM ജോർലി പ്രസിഡന്റ്, PJ ജോസ് സെക്രട്ടറി, K സുനിൽ ട്രഷററായുള്ള ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. അധ്യാപകർക്ക് ആശംസ കാർഡുകളുമായി വിദ്യാർത്ഥി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 5-ന് അധ്യാപകരുടെ കൈകളിൽ എത്തും വിധമാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂളിലെ വിദ്യാർത്ഥിനി ആദിശ്രീ തന്റെ അധ്യാപകർക്ക് ആശംസ അയച്ചത്. സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആശംസാ കാർഡുകളാണ് അയക്കുന്നത്. പതിവ് തെറ്റാതെയാണ് ദേശീയ അധ്യാപക ദിനത്തിൽ ഇത്തവണയും ആശംസാ കാർഡുകൾ അയക്കുന്നത്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് പകരുന്നത്. ഏതൊരു വേദിയിലും അധ്യാപകരെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം കടപ്പെട്ടവരാണെന്ന് ആദിശ്രീ പറയുന്നു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ എൻ്റെ എല്ലാ ടീച്ചർമാർക്കും എൻ്റെ കൈപ്പടയിൽ എഴുതിയ ലെറ്ററുകൾ തപാൽ വഴി അയക്കുകയാണ്. അതോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ഓണം. എല്ലാ വർഷവും ആദിശ്രീ അധ്യാപകർക്ക് ആശംസ നേർന്ന് സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. ഇത്തവണ അധ്യാപക ദിനം ഓണം അവധിക്കാലത്തായതിനാലാണ് സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കിയ കാർഡുകൾ അയക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഏലപ്പാറ സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അംഗപരിമിതർക്ക് ധനസഹായം നൽകി. സമൂഹത്തിൽ ഏവരാലും തഴയപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാറ്റി നിർത്തപ്പെടുന്നവർക്ക് കൈത്താങ്ങായി നിന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ അംഗപരിമിതർക്ക് ഓണാഘോഷത്തിനായി ധനസഹായം നൽകിയത്. ചെയർമാൻ C. സത്യകുമാർ അധ്യക്ഷത വഹിച്ച യോഗം ഏലപ്പാറ ടൗൺ വാർഡ് മെമ്പർ ബിജു ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്നേഹതീരം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി C. സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണവും ഫൗണ്ടേഷൻ സ്ഥിരം സമിതി അംഗം ബാബു കുറ്റിക്കൽ ആമുഖ പ്രഭാഷണവും ട്രസ്റ്റ് അംഗങ്ങളായ PA ഹരീഷ്, ശശികുമാർ K, ഡെന്നിസ് ജോർജ്, P. ശരവണൻ, T. രാജരത്നം, പ്രഭാകർ, അഭിയ സൈമൺ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷം ജനകീയമാക്കി ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ. ജനപ്രതിനിധികളും സമീപവാസികളും സുഹൃത്തുക്കളും സേനയിലെ കുടുംബാംഗങ്ങളും ഒന്നുചേർന്നാണ് ഓണം ആഘോഷിച്ചത്. പോലീസ് സേനാംഗങ്ങൾ ഒരേപോലെ വസ്ത്രം ധരിച്ചെത്തിയത് കൗതുകമുണർത്തി. എത്തിയവർക്ക് ഓണസദ്യയും സംഗീത വിരുന്നും നൽകിയാണ് പോലീസ് സ്റ്റേഷൻ ഓണം ജനകീയമാക്കിയത്. SHO ജോയി മാത്യു NM, SIമാരായ സലിം രാജ്, അനിൽകുമാർ D എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേഷൻ പരിസരത്ത് ഊഞ്ഞാൽ കെട്ടിയും സ്റ്റേഷൻ പരിസരം അലങ്കരിച്ചും ഓണാഘോഷം സേനാംഗങ്ങൾ ജനകീയമാക്കി. ആർമി റിക്രൂട്ട്മെന്റ് റാലി 10 മുതൽ 16 വരെ നെടുങ്കണ്ടത്ത് നടക്കും. 7 ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് നെടുങ്കണ്ടത്ത് റിക്രൂട്ട്മെന്റ് നടക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കായാണ് നെടുങ്കണ്ടത്ത് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. 5000-ഓളം ഉദ്യോഗാർത്ഥികൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ദിവസവും 800 പേർക്കാണ് ടെസ്റ്റ് നടത്തുന്നത്. ഇവർക്കുള്ള താമസം, യാത്രാ സൗകര്യങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളുമായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. വിവിധ വകുപ്പുകൾ നടപ്പാക്കേണ്ട ചുമതലകൾ സംബന്ധിച്ച് കളക്ടർ വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരും കായിക പ്രേമികളും ജില്ലാ കളക്ടറെ ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി ADM ഷൈജു P. ജേക്കബ്, ആർമി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്റ്റേഡിയത്തിൽ വീണ്ടും സന്ദർശനം നടത്തി. റിക്രൂട്ട്മെന്റിനായി ടെന്റുകൾ സ്ഥാപിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ നാശത്തിന് കാരണമാകുമെന്ന പഞ്ചായത്ത് അധികൃതരും വിവിധ കായിക സംഘടനകളും ആരോപിച്ചിരുന്നു. റിക്രൂട്ട്മെന്റിനായി ഫീൽഡിൽ ഇറ്റാലിയൻ ടെന്റ് നിർമ്മിക്കാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ ഇതിനായി ഫീൽഡ് കുഴിക്കുമ്പോൾ വൈദ്യുതി, ഡ്രെയിനേജ്, കേബിളുകൾ, ഫീൽഡിന്റെ ബേസ് തുടങ്ങിയവ നശിക്കാൻ സാധ്യതയുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കായികപ്രേമികൾ പരാതി നൽകിയത്. ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ഫീൽഡിൽ ഇറ്റാലിയൻ ടെന്റുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കി പകരം പരമാവധി ടെന്റുകൾ ട്രാക്കിന് വെളിയിൽ സ്ഥാപിക്കാനും ഫീൽഡിനുള്ളിൽ എടുത്തുമാറ്റാവുന്ന ടെന്റുകൾ സ്ഥാപിക്കാനും തീരുമാനമായി. 16 വരെ ആർമി റിക്രൂട്ട്മെന്റ് റാലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ബന്ധപ്പെട്ട ഓഫീഷ്യൽസിന്റെ എല്ലാം യോഗം ചേർന്നിരിക്കുന്നത്. മിലിറ്ററി കേണൽ ഉണ്ടായിരുന്നു, ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ DMO ഉൾപ്പെടെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മീറ്റിംഗ് നടത്തിയത്. 10 മുതൽ 16 വരെ ടെസ്റ്റിൽ പാസ്സായ ആൾക്കാർക്ക് ഫിസിക്കൽ ടെസ്റ്റ്, അതാണ് ഇവിടെ വെച്ച് ഉടുമ്പൻചോല ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത്. അതിനടുത്ത് ഏകദേശം 5000-ഓളം ആൾക്കാർ പാർട്ടിസിപ്പൻസ് ഉണ്ടാകും. 10 മുതൽ 16 വരെ ഒരു ദിവസം.
സ്റ്റേഡിയ സന്ദർശനത്തിലും തുടർന്നുള്ള യോഗത്തിലും ഇടുക്കി ADM ഷൈജു P. ജേക്കബ്, ആർമി ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ, പൊതുമരാമത്ത്, വൈദ്യുതി, ആരോഗ്യം, വാട്ടർ അതോറിറ്റി, പോലീസ്, ഫയർഫോഴ്സ്, KSRTC, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം പവന് 78,440 രൂപ, ഗ്രാമിന് 9,805 രൂപ, വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റു സമുദായങ്ങൾ സംഘടിത വോട്ട് ബാങ്കുകളായി നിന്ന് എല്ലാം നേടിയെടുക്കുകയാണെന്നും മതാധിപത്യം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമങ്ങൾ മുതലാളിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി അധപ്പതിച്ചെന്ന SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. റോഡുണ്ടെങ്കിലും കുഴികൾ താണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളക്കെട്ടിൽ വള്ളമിറക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. രാജകുമാരി പഞ്ചായത്തിലെ കുരുവിള സിറ്റി അമ്പലപ്പടി റോഡ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.